ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ റെഫേഴ്സ് ടു ഷോർട്ട് ടൈം ഇൻസെൻറ്റീവ്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാലയളവിലോട്ട് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് വിച്ച് ആർ ഡിസൈൻഡ് ടു എൻകറേജ് ദ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ടു മേക്ക് ഇമ്മീഡിയറ്റ് പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതിനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്, പെട്ടെന്ന് തന്നെ ഒരു സാധനം പർച്ചേസ് ചെയ്യിക്കുന്നതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഷോർട്ട് ടൈം ഇൻസെൻറ്റീവിനെയാണ് ഈ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് സാധനം വാങ്ങാനായിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റൊക്കെ കണ്ടിങ്ങനെ അത്യാവശ്യം വാങ്ങിയാൽ കൊള്ളാം എന്നുള്ള മെൻറ്റാലിറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ സാധനം വാങ്ങിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ സെയിൽസ് പ്രൊമോഷൻ്റെ പുറകിലുള്ളത്. ദീസ് ഇൻക്ലൂഡ് ഓൾ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് അതർ ദാൻ പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഇതിനകത്ത് വരുന്നുണ്ട്. പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും കൂടാതെ ഒരുപാട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസാണ് ഈ സെയിൽസ് പ്രൊമോഷൻ്റെ അകത്ത് വരുന്നത്. ദാറ്റ് സ്റ്റിമുലേറ്റ് ഷോർട്ട് ടൈം സെയിൽസ്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം സെയിൽസിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും കൂടാതെ വരുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ സെയിൽസ് പ്രൊമോഷനകത്ത് വരുന്നത്. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഓഫറിങ് ഫ്രീ സാമ്പിൾ കൊടുക്കുക. ഇപ്പം നമുക്കറിയാം, ഒരാൾ കടയിലോട്ട് വരുമ്പം അയാൾക്കൊരു സാമ്പിൾ കൊടുക്കുക, അത് പരിശോധിച്ചതിന് ശേഷം മാത്രം സാധനം വാങ്ങിയാൽ മതി എന്ന് പറയുക. ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക. സെയിൽ കോൺടെസ്റ്റ്, ഫ്രീ ഗിഫ്റ്റ്. ഇപ്പം ഒരു സെയിൽസിന് വേണ്ടിയിട്ട് ചെറിയ മത്സരങ്ങൾ എന്തെങ്കിലും നടത്തി അതിൻ്റെ അകത്ത് ഫസ്റ്റ് കിട്ടുന്നവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ, അല്ലെ കൂപ്പൺ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. അല്ലെങ്കിൽ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുക. എന്തെങ്കിലും മത്സരങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ അകത്ത് ജയിക്കുന്നവർക്കോ അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ്. ഇപ്പം നമുക്കിതെല്ലാം അറിയാം. ഒരു കട തുടങ്ങുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഫ്രീ സാമ്പിൾ നമ്മൾക്കറിയാം, ക്യാഷ് ഡിസ്കൗണ്ട് മേളകൾ നമ്മൾ കാണാറുണ്ട്, മത്സരങ്ങൾ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ നറുക്കെടുപ്പുകൾ നമ്മൾ കാണാറുണ്ട്, ഫ്രീ ഗിഫ്റ്റുകൾ, എന്തെങ്കിലും ഒന്നിൻ്റെ കൂടെ ഒന്ന് സൗജന്യം, അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരം നടത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അതിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് പ്രോഡക്റ്റ് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ കാണാറുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ്. ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റും പേഴ്സണൽ സെല്ലിങ്ങും പബ്ലിസിറ്റി അല്ലാതെ ഇത്തരത്തിലൂടെ സെയിൽ കൂട്ടുന്ന, ഒരു ഷോർട്ട് ടൈമിലോട്ട് സെയിൽ കൂട്ടുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് പ്രൊമോഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് ഇഫേർട്ട്. ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു പ്രവർത്തനമാണ് ഈ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്ലൈഡ് ടു ദ സെല്ലിംഗ് ജോബ്. അപ്പം സെയിൽസ് കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസ്ഡ് എഫേർട്ടാണ്. സെല്ലിംഗ് കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടു സെക്യൂർ ദ ഗ്രേറ്റസ്റ്റ് എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് ഫോർ ഡീലേഴ്സ് ഹെൽപ്പ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് എഫക്റ്റീവ്നെസ് ഫോർ അഡ്വർടൈസിങ്, പരസ്യം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാക്കുക. അപ്പോൾ ആൾക്കാർ പരസ്യമൊക്കെ കണ്ടിട്ട് പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഏകദേശം താല്പര്യമുള്ള ഒരു മെൻറ്റാലിറ്റി നിൽക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ കടകളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ഫോർ ഡീലേഴ്സ് ഹെൽപ്പ്, അതോടൊപ്പം തന്നെ ഈ ഡീലേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, സാധനങ്ങൾ വിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ സെയിൽസ് പ്രൊമോഷനകത്ത് ഉള്ളത്. ഇവിടെ സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ആർ ഡിസൈൻഡ് ടു പ്രൊമോട്ട് ടു. അവിടെ പറഞ്ഞിരിക്കുകയാണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് 3 കൂട്ടം ആൾക്കാരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കസ്റ്റമേഴ്സ്, രണ്ടാമത്തെ മിഡിൽമാൻ, മൂന്നാമത്തെ സെയിൽസ് പേഴ്സൺ. ഈ ഉപഭോക്താക്കളെ, സാധനങ്ങൾ വാങ്ങിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടനിലക്കാരെ, മിഡിൽമാനെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെയിൽസ് പേഴ്സൺ, ഈ സെയിൽസ് ചെയ്യുന്ന വ്യക്തികളെ സഹായിക്കുന്നുണ്ട്. ഇനി കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. അവർക്ക് ഫ്രീ സാമ്പിളുകൾ കിട്ടും, ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ മത്സരങ്ങളിലൂടെ അവർക്ക് വിജയിയായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ ലഭിക്കും. അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കസ്റ്റമേഴ്സിനെ സെയിൽസ് പ്രൊമോഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇടനിലക്കാരെ എങ്ങനെയാണ് നോക്കാം. കോഓപ്പറേറ്റീവ് അഡ്വർടൈസ്മെൻറ്റ്, അവർക്കൂടെ വേണ്ടിയിട്ട് പരസ്യം ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കാണാം, ഇപ്പം ഒരു ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക പോപ്പിക്കുടയുടെ ഒരു പരസ്യമാണെങ്കിൽ കൂത്താട്ടുകുളത്ത് അത് ചെയ്യുകയാണെങ്കിൽ കൂത്താട്ടുകുളത്ത് അതിൻ്റെ ഡീലറുടെ പേരും കൂടെ താഴെ ചിലപ്പോൾ കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ സഹകരിച്ചുകൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണാം. മിഡിൽമാൻ കൊടുക്കുന്നുണ്ട്, ഡീലേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഒരു മത്സരം, ഒരു ഏരിയ തിരിച്ചുള്ള ഒരു മത്സരങ്ങളും കാര്യങ്ങളും, ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നതിന് എന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് മിഡിൽമാൻ അതുവഴി കിട്ടുന്നത്. ഇനി അടുത്ത സെയിൽസ് പേഴ്സൺ, അതായത് കടയിൽ വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്. ബോണസ്, സെയിൽസ്മാൻ കോൺടെസ്റ്റിൻ്റെ സ്പെഷ്യൽ ഓഫർ, ഇതൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അവർക്ക് കൂടുതൽ വിൽക്കുകയാണെങ്കിൽ ബോണസ് കിട്ടുന്നുണ്ട്.
അവർക്ക് സെയിൽസ്മാൻമാർക്ക് അവരുടേതായിട്ടുള്ള മത്സരങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് വിജയിക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് പ്രത്യേക ഓഫർ, സെയിൽസ്മാന് പ്രത്യേക ഓഫർ, ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സെയിൽസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തായിട്ട് അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ് അറ്റൻഷൻ വാല്യൂ. അവർക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ആക്ടിവിറ്റികൾ വഴി ഈ കോണ്ടസ്റ്റൻറ്റും അതോടൊപ്പം തന്നെ ക്യാഷ് ഡിസ്കൗണ്ടും സാമ്പിളൊക്കെ കൊടുക്കുന്ന വഴി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ക്യാച്ച് ദ അറ്റൻഷൻ ഓഫ് പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്. അപ്പം വാങ്ങിക്കാൻ സാധ്യതയുള്ള പരസ്യമൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ള മട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ബിക്കോസ് ഓഫ് ഇൻസെൻറ്റീവ്. അപ്പോൾ ഈ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വഴി, ഇപ്പോൾ എന്തെങ്കിലും വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത് വാങ്ങാനായിട്ടുള്ളൊരു താല്പര്യം അവർക്ക് കൂടുതലാണ്. അപ്പോൾ ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം കടയിലോട്ട് കയറ്റുന്നതിനായിട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് യൂസ്ഫുൾ ഇൻ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച്. പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് അത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് ഇറക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ആൾക്കാരിലോട്ട് എത്തിക്കുന്നതിന്, ആൾക്കാരിലോട്ട് അറിയിക്കുന്നതിനായിട്ട് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയൊരു പ്രോഡക്റ്റ് വിപണിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി അത് ആൾക്കാരിലോട്ട് പെട്ടെന്ന് എത്തിക്കുന്നതിനായിട്ട് സാധിക്കും. അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഇൻഡ്യൂസ് പീപ്പിൾ ടു മൂവ് ഫ്രം ദെയർ റെഗുലർ ബൈയിങ് ബിഹേവിയർ ടു എ ന്യൂ പ്രോഡക്റ്റ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി ആൾക്കാരെ നമുക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ നിർബന്ധിക്കാം. അതുമാത്രമല്ല അതുകൊണ്ട് അവിടെ നടക്കുന്നത്, അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് അത് വാങ്ങിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി സാധിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി ആൾക്കാരെ ഇപ്പം നിലവിലുള്ള ഒരു ബൈയിങ് ബിഹേവിയർ മാറ്റി പുതിയൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനായിട്ട് പ്രോത്സാഹിപ്പിക്കാം. ഇപ്പം ഒരു പുതിയ ഫോൺ ഇറങ്ങുവാണെങ്കിൽ പോലും പണ്ട് നമുക്കറിയാം ഒരു കീപാഡൊക്കെ ഉള്ളൊരു മൊബൈലാണ് നമ്മുടെ. ഇപ്പോൾ ആദ്യകാലത്തെ മൊബൈൽ ഫോണുകൾ നോക്കി അറിയാം. ഇപ്പോൾ ഇവിടുത്തെ പോലത്തെ നമ്മുടെ സ്മാർട്ട് ഫോണുകളൊന്നുമല്ല. അപ്പോൾ അതിനുശേഷം സ്മാർട്ട് ഫോണുകൾ ഇറങ്ങാൻ തുടങ്ങി. ഇതിനൊന്നും വലിയ കാലഘട്ടമൊന്നും ആയില്ല. ഒരു 2004, 2005 കാലഘട്ടങ്ങളിലെല്ലാം കീപാഡുള്ള മൊബൈലുകളാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു 2009, 2010 കൂടിയൊക്കെയാണ് കേരളത്തിലോട്ട് ഈ സ്മാർട്ട് ഫോണുകളൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ആൾക്കാരുടെ ആ ഒരു ബൈയിങ് ബിഹേവിയർ മാറ്റാനായിട്ട് ഈ പറഞ്ഞേക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടും ഒക്കെ ആൾക്കാരെ അതിൻ്റെ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ടി വിയിലൂടെ പരസ്യം കണ്ടൊക്കെ ആൾക്കാർ ഇതെന്താണെന്നൊക്കെ വിചാരിക്കുകയും സ്മാർട്ട് ഫോണിനെ പറ്റി അത് വാങ്ങിച്ചാൽ കൊള്ളാലോ എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നപ്പോഴാണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി ആൾക്കാരെ ആ ബൈയിങ് ബിഹേവിയർ മാറ്റുന്നതിനായിട്ട് എല്ലാ കമ്പനികൾക്കും സാധിച്ചത്. അപ്പോൾ അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാരുടെ റെഗുലർ ബൈയിങ് ബിഹേവിയർ മാറ്റിയിട്ട് പുതിയ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനായിട്ട് പ്രേരിപ്പിക്കുന്നതിന് ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിനർജി ഇൻ ടോട്ടൽ പ്രൊമോഷണൽ എഫേർട്സ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് പ്രൊമോഷൻ വഴി കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം വർദ്ധിപ്പിക്കുന്നു. അതായത് കമ്പനി സെയിൽ കൂട്ടുന്നതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡീലർമാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്, അവർ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം മൊത്തത്തിലുള്ളൊരു ഫലം കിട്ടുന്നത് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴിയാണ്. ആ കാരണം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റ് വഴിയൊക്കെ ഒരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്നതിനാണ് സാധിക്കുന്നുള്ളൂ. എന്നാ പറയുന്നത്, ആൾക്കാർ താല്പര്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെ കടയിലോട്ട് കയറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പം മൊത്തത്തിലുള്ള ഒരു കമ്പനിയുടെ ഫലം കൂട്ടുന്നതിന് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് സഹായിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് സപ്ലിമെൻറ്റ് ദ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് അഡ്വർടൈസിങ് എഫേർട്ട്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് പേഴ്സണൽ സെല്ലിങ്ങിനെയും അഡ്വർടൈസിങ്ങിനെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹെൻസ് ഇറ്റ് ഗീവ്സ് സിനർജി ഓർ ഓവറോൾ എഫക്റ്റീവ്നെസ് ഓഫ് ദ പ്രൊമോഷണൽ എഫേർട്ട് ഓഫ് ദ ഫേം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതുവഴി സെയിൽസ് പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അഡ്വർടൈസ്മെൻറ്റിങ്, പേഴ്സണൽ സെല്ലിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു പ്രയത്നം അവിടെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ സെയിൽസ് എങ്ങനെയും കൂട്ടുക എന്നുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഫലം വർദ്ധിപ്പിക്കുന്നു ഉള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓവറോൾ എഫക്റ്റീവ്നെസ് ഓഫ് ദ പ്രൊമോഷണൽ എഫേർട്സ് ഓഫ് ദ ഫേം. ഇറ്റ് ഗീവ്സ് സിനർജി, അതായത് അതുവഴിയായിട്ടാണ് മൊത്തത്തിലൊരു ഫലം ഉണ്ടാകുന്നത്. ഈ സെയിൽസ് പ്രൊമോഷൻ വഴിയായിട്ടാണ് കൂടുതലും സെയിൽസ് കൂട്ടാനായിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഫലം അതുവഴിയായിട്ടാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് അതിൻ്റെ ലിമിറ്റേഷൻസാണ്.
ലിമിറ്റേഷൻസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ് റിഫ്ലക്ട്സ് ക്രൈസിസ്, അതായത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സെയിൽസ് പ്രൊമോഷൻ ചിലപ്പോൾ ഒരു പ്രോബ്ലം, ഒരു ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നോക്കാം. Frequent sales promotion activities may give an impression that the firm is not in a position to manage its sales. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഫ്രീക്വൻ്റ് ആയിട്ട് അടിക്കടിക്ക് വളരെ പെട്ടെന്ന് തന്നെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, ഒരെണ്ണം കഴിഞ്ഞു, ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി കഴിഞ്ഞു, ഇപ്പോൾ ഒരു മത്സരങ്ങൾ അത്തരത്തിലുള്ള ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ ഗിഫ്റ്റ് കൂപ്പൺ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം വന്നു, അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ഉടനെ തന്നെ വന്നു. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ മേ ഗീവ് ആൻ ഇംപ്രഷൻ ദാറ്റ് ഫേം ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു മാനേജ് ഇറ്റ് സെയിൽസ്. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇംപ്രഷൻ വരും, അതായത് ഫേമിന് സെയിൽസ് ഇല്ല, അവരുടെ സാധനം വിറ്റ് പോകുന്നില്ല, അവരുടെ സാധനം വലിയ ക്വാളിറ്റിയുള്ള സാധനമല്ല, അതുകൊണ്ട് അത് അവിടെ വിറ്റ് പോകുന്നില്ല, അതുകൊണ്ടാണ് ഈ അടിക്കടിക്കെല്ലാം അവർ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഈ സാധനം വിൽക്കാൻ പോകുന്നതെന്നുള്ളൊരു ചിന്താഗതി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓർ ദെയർ ഈസ് നോ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന് ഒരു ഡിമാൻഡില്ല, അതൊരു നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അല്ല എന്നുള്ള രീതിയിലൊരു തോന്നലാണ് അവിടെ വരുന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ക്രൈസിസ് ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിനൊരു ഡിമാൻഡില്ല, അല്ലെങ്കിൽ അവർക്കൊരു കച്ചവടം ഇല്ലാത്ത ഒരു പ്രോഡക്റ്റാണ് അതെന്നുള്ളൊരു ചിന്താഗതി കസ്റ്റമേഴ്സിൻ്റെ അടുത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്പോയിൽസ് പ്രോഡക്റ്റ് ഇമേജ്, ഉൽപ്പന്നത്തിൻ്റെ ഒരു ഇമേജ് നശിപ്പിച്ച് കളയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Consumers may feel that incentives are offered to sell substandard product or it is not appropriately priced. അതായത് ഇവിടെ കസ്റ്റമേഴ്സ് ചിന്തിക്കുകയാണ് നിലവാരം കുറഞ്ഞ ഉൽപ്പന്നമാണിത്, ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഉൽപ്പന്നമാണിത്, അതുകൊണ്ടാണ് ഇത് ഇൻസെൻറ്റീവ് ഒക്കെ കൊടുത്ത് എങ്ങനെയും വിറ്റഴിക്കുന്നതിന് ശ്രമിക്കുന്നത് എന്ന് കസ്റ്റമേഴ്സ് ചിന്തിക്കും. അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയാണ് ഇതിന് ശരിയായിട്ടുള്ള രീതിയിൽ വിലയൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ അവർ നമ്മളെ ചീറ്റ് ചെയ്യുകയാണ്, പറ്റിക്കുകയാണെന്നുള്ളൊരു ചിന്താഗതി അവിടെ വരുന്നുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എപ്പോഴും ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ വരെ ചിന്തിക്കാറുണ്ട് ശരിക്കും അവർ ആക്ച്വൽ പ്രൈസിനേക്കാളും വില കൂട്ടിയിട്ടിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ. ഇപ്പം 2000 വെട്ടി 1500 കാണിക്കുകയാണെങ്കിൽ 2000 ചുമ്മാ ഇട്ടേക്കുന്നതാണ്, ശരിക്കും അതിൻ്റെ വില 1500 തന്നെയാണ്, അവർ പറ്റിക്കാനായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത കസ്റ്റമേഴ്സ് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പോയിൽസ് പ്രോഡക്റ്റ് ഇമേജ്. ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ചിന്ത ആ പ്രോഡക്റ്റിൻ്റെ ഇമേജിനെ ബാധിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, സാധാരണ രീതിയിൽ ഉള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇനി അടുത്താണ് റിബേറ്റ്. ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് ഓഫറിംഗ് പ്രോഡക്റ്റ് അറ്റ് എ സ്പെഷ്യൽ പ്രൈസ് ടു ക്ലിയർ ഓഫ് എക്സസ് ഇൻവെൻട്രി. അപ്പോൾ ഈ സ്റ്റോക്ക് അധികമായിട്ട് വരികയാണെങ്കിൽ, സാധനം വിറ്റ് പോകാതെ സ്റ്റോക്ക് അധികമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഒരു സ്പെഷ്യൽ പ്രൈസ് വിലക്കുറവ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ആ സാധനം അത് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ റിബേറ്റ് എന്ന് പറയുന്നത്. ഓർ അറ്റ് എ ഫെസ്റ്റീവ് സീസൺ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉത്സവ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓണമോ ക്രിസ്മസോ വിഷുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയത്ത് പ്രോഡക്റ്റ് വില കുറച്ച് വിൽക്കുന്നതിനെയാണ് ഈ റിബേറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് പ്രൈസ് ഡ്യൂറിങ് ഓണം. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഓണ സമയത്ത് ഹാൻഡിക്രാഫ്റ്റ് ഈ തുണിത്തരങ്ങൾ അത്തരം സാധനങ്ങളെല്ലാം ഒരു ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഈ റിബേറ്റിന് ഒരു എക്സാമ്പിളാണ്. ഓർ ആൻ ഓഫർ ടു സെൽ എ പർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് കാർ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 20,000 ഫോർ എ ലിമിറ്റഡ് പീരീഡ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാറ് 20,000 രൂപ വില കുറച്ച് ഒരു പ്രത്യേക കാലയളവിൽ ഒരു 2-3 മാസം വിൽക്കുക. അപ്പോൾ ആ 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം വിൽക്കുക. അങ്ങനെ അപ്പോൾ ആ ഒരു 6 മാസത്തേക്ക് ആൾക്കാർ കൂടുതലത് വാങ്ങാനായിട്ട് വരും, കാരണം 20,000 രൂപ ഓഫർ ഉണ്ടല്ലോ എന്നോർത്ത് ആൾക്കാർ ഇത് വാങ്ങുന്നതിനായിട്ട് വരും. ഇത്തരം രീതിയിൽ വില കുറച്ച് കൊടുക്കുന്നതിനെയാണ്, അതായത് ഇതിൻ്റെ അകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ഓഫ് എക്സസ് ഇൻവെൻട്രി, സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊന്ന് ചെയ്യുന്ന റിബേറ്റ് ഒന്ന് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഫെസ്റ്റിവൽ സീസണിലും റിബേറ്റ് കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്. 2 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് ഈ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുക, വില കുറച്ച് കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അത് വരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒന്നിലെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഉത്സവ സമയങ്ങളിൽ ഫെസ്റ്റീവ് സീസണിലാണ് ഈ റിബേറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഓഫറിംഗ് പ്രോഡക്റ്റ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ലിസ്റ്റ് പ്രൈസ്. അപ്പോൾ ഈ അവരുടെ ആ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു കവറിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയേക്കാൾ താഴ്ത്തി ഉള്ളൊരു വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നതിനാണ് ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ് ഷോപ്പ് ഓഫർ എ ഡിസ്കൗണ്ട് അപ് ടു 30% ഫോർ ഷർട്ട്. ഒരു തുണിക്കട 30% വരെ വിലക്കുറവിൽ
ഡിസ്കൗണ്ടിൽ ഷർട്ട് വിൽക്കുന്നതിനെയാണ് ഷർട്ട് വിൽക്കുക, അതിന് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, നമുക്കറിയാം ഡിസ്കൗണ്ട് എന്നുള്ള കാര്യം. ആക്ച്വൽ പ്രൈസിനേക്കാളും വില താഴ്ത്തി കൊടുക്കുന്നതിനെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്താണ് റീഫണ്ട്. ഫുൾ പ്രൈസ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ സാധനത്തിൻ്റെ മൊത്തം വിലയും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് സം പ്രൂഫ് ഓഫ് പർച്ചേസ്, അതിനുശേഷം പർച്ചേസ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് MD ഫോയിൽ ഓർ റാപ്പർ, അതിൻ്റെ കവറോ അല്ലെങ്കിൽ അതിൻ്റെ കൂടോ എന്തെങ്കിലും എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സെൻഡ് ടു ദ മാനുഫാക്ചർ, അതിൻ്റെ മാനുഫാക്ചറുടെ അടുത്തോട്ട് നമ്മൾ അയക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോഴധികം അത് അത്തരത്തിലുള്ള റീഫണ്ട് കാണാറില്ല. പണ്ട് കാലങ്ങളിൽ അത് ഒരുപാടുണ്ടായിരുന്നൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഈ സോപ്പ് പൊടിയുടെയൊക്കെ. ഈ സോപ്പ് പൊടിയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പം അതൊരു 10 വാങ്ങിച്ചു എന്നുള്ള, ഇപ്പോൾ 10 തവണ വാങ്ങിച്ചെങ്കിൽ ആ 10 തവണ വാങ്ങിച്ചതിനെ കൂട് സൂക്ഷിച്ച് വെച്ച് തിരിച്ചു കൊടുക്കുകയോ അങ്ങനത്തെ അത്തരത്തിലുള്ള ഓഫറുകൾ കുറച്ച് നാൾ, ഇപ്പം അത് അത്ര കാണാറില്ല. കുറച്ച് നാൾ ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ കാണാറുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഓഫറുകളെല്ലാം. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് എ പാർട്ട് ഓഫ് പർച്ചേസ് പ്രൈസ് ഈസ് ദെൻ റീഫണ്ടഡ് ടു ദ ബയ്യർ. അപ്പോൾ അത് വാങ്ങിക്കുന്ന ആൾക്ക് ആ പർച്ചേസ് പ്രൈസിൻ്റെ ചെറിയൊരു തുക അത് റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അത് കുറച്ചുകൂടെ ഓൺലൈനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ കവറുകളും കൂടുകളൊന്നും ഇപ്പോൾ അയച്ചു കൊടുക്കണ്ട. എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡൊക്കെ വെച്ച് ഓൺലൈനായിട്ട് കയറി അത് വാങ്ങിച്ചെന്നുള്ളതിൻ്റെ തെളിവായിട്ട് എന്തെങ്കിലും ബാർകോഡോ അങ്ങനെ എന്തെങ്കിലും നമ്പറോ എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ പൈസ ചെറിയൊരു ശതമാനം റീഫണ്ട് കിട്ടുന്ന പരിപാടികളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഓൺലൈനാണെന്നുള്ളൂ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. അത് ഉൽപ്പന്നം വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് അതിൻ്റെ കവറോ അല്ലെങ്കിൽ അതിൻ്റെ കൂടോ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് മാനുഫാക്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയ റീഫണ്ട് കിട്ടുന്ന പരിപാടി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ സെയിൽസിനെ കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി അടുത്താണ് പ്രീമിയം ഓഫർ. ഇറ്റ് ഈസ് ദ ഓഫർ ഓഫ് ആൻ ആർട്ടിക്കിൾ ഓർ ഓഫ് റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആസ് ഫ്രീ വെൻ ദ കസ്റ്റമർ പർച്ചേസ് എ പ്രോഡക്റ്റ്. ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു വില കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അതിനാണ് ഈ പ്രീമിയം ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്തെങ്കിലും വില കൂടിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു വില കുറഞ്ഞ ഒരു ഐറ്റം അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രീമിയം ഓഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ടൂത്ത് ബ്രഷ് മേ ഗിവൺ വിത്ത് പർച്ചേസ് ഓഫ് ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ ബ്രഷ് ഫ്രീ ആയിട്ട് കൊടുക്കുക. മഗ് വിത്ത് ഹോർലിക്സ്, ഇപ്പോൾ ഒരു ഹോർലിക്സിൻ്റെ ഒരു ഇത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മഗ്ഗും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ്, ഇപ്പോൾ ഒരു വില കൂടിയ ഒരു സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐറ്റം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് പ്രീമിയം ഓഫർ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ക്വാണ്ടിറ്റി ഗിഫ്റ്റ്. ഓഫറിങ് എക്സ്ട്രാ ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് അറ്റ് ദ സെയിം പ്രൈസ് ഈസ് നോൺ എസ് ക്വാണ്ടിറ്റി ഗിഫ്റ്റ്. ഇപ്പോൾ ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, ഒരേ സെയിം വിലയിൽ കൂടുതൽ അളവ് കൊടുക്കുക. ഇപ്പം നമ്മൾ വില കൂട്ടിയൊന്നും കൊടുക്കണ്ട, നമ്മൾ ആ ഒരു ഇതിന് വേണ്ടി കൊടുക്കുന്ന വില തന്നെ കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അതിനെയാണ് ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ ഷേവിംഗ് ക്രീം ഓഫർ 20% എക്സ്ട്രാ. അപ്പോൾ നമ്മളൊരു ഷേവിംഗ് ക്രീം വാങ്ങുകയാണെങ്കിൽ 20% എക്സ്ട്രാ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം അതിൻ്റെ വില നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. 20% എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എ ഹോട്ടൽ ഓഫർ ടേക്ക് എ 3 night 4 day സ്റ്റേ ആൻഡ് ഗെറ്റ് 1 night സ്റ്റേ ഫ്രീ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹോട്ടൽ ഓഫർ ചെയ്യുകയാണ് 3 നൈറ്റും 4 ഡേയ്സും അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ 1 നൈറ്റ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കും. അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ബൈ 2 get 1 ഫ്രീ, 2 വാങ്ങിക്കുമ്പം 1 ഫ്രീ എന്നുള്ള റെഡിമെയ്ഡ് ഇൻ കേസ് ഓഫ് എ മാർക്കറ്റർ ഓഫ് എ റെഡിമെയ്ഡ് ഗാർമെൻറ്റർ. ഇപ്പോൾ തുണിക്കടക്കാർ അങ്ങനെ കൊടുക്കാറുണ്ട്. 2 ഷർട്ട് വാങ്ങുകയാണെങ്കിൽ 1 ഷർട്ട് ഫ്രീ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. അതിനെയാണ് ഈ ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓഫറിങ് എക്സ്ട്രാ ക്വാണ്ടിറ്റി, ഒരു എക്സ്ട്രാ ക്വാണ്ടിറ്റിയോടെ നമുക്ക് കിട്ടുകയാണ് അറ്റ് ദ സെയിം പ്രൈസ്. അപ്പം സെയിം വിലയ്ക്ക് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നതിനാണ് ഈ ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഇൻസ്റ്റൻറ്റ് ഡ്രോസ് ആൻഡ് അസൈൻഡ് ഗിഫ്റ്റ്. എന്താണെന്നുള്ള കാര്യം നോക്കാം. എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സ്പോട്ടിൽ വെച്ച് തന്നെ നമ്മൾ സെയിൽ നടത്തുന്ന ആ സമയത്ത് തന്നെ നറുക്കെടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക. എ കാർഡ് ഈസ് ഗിവൺ ടു ദ ബയ്യർ. ഒരു സാധനം വാങ്ങിക്കുന്ന ആൾക്കൊരു കാർഡ് കൊടുക്കുകയാണ്. ആൻഡ് ഓൺ സ്ക്രാച്ചിങ് ഇറ്റ്, അത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് റിട്ടേൺ ഓൺ ഇറ്റ് ഈസ് ഗിവൺ ആസ് എ പ്രൈസ് ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ ആ കാർഡ് സ്ക്രാച്ച് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് ആ ഒരു സാധനം പ്രൈസായിട്ട് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്കത് കൃത്യമായിട്ട് അറിയാം. ഗൂഗിൾ പേയിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പം ഒരു സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ നമുക്കൊരു 10 രൂപ 20 രൂപയോ 100 രൂപയോ അല്ലെങ്കിൽ 1000 അങ്ങനെ
അതിൻ്റെ നമ്മൾ അയക്കുന്ന എമൗണ്ടിനനുസരിച്ചിട്ട് ഗിഫ്റ്റ് കിട്ടാറുണ്ട്. ഇനി അടുത്താണ് ലക്കി ഡ്രോ. ലക്കി ഡ്രോ എന്ന് പറഞ്ഞാൽ ഭാഗ്യ നറുക്കെടുപ്പ്. വൈൽ ബൈയിങ് എ പ്രോഡക്റ്റ് എ കൂപ്പൺ ഈസ് ഗിവൺ വിച്ച് ഈസ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബോക്സ് ഫില്ലിംഗ് ദ നെയിം. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു കൂപ്പൺ നമുക്ക് കിട്ടുകയും അല്ലെങ്കിൽ കൂപ്പൺ കൊടുക്കുകയും അതിൻ്റെ അകത്ത് പേരും കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഒരു ബോക്സിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഐദർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓർ ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ്. ഇപ്പോൾ ചിലപ്പം ആ ദിവസത്തിൻ്റെ അവസാനമായിരിക്കും നറുക്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 3 മാസത്തിന് ശേഷം, ഒരു പർട്ടിക്കുലർ പീരീഡ് 3 മാസത്തിന് ശേഷം അല്ലെ 1 മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ദ വിന്നർ ഈസ് സെലക്റ്റഡ് ബൈ ദ ലക്കി ഡ്രോ മെത്തേഡ്. അത് നറുക്കെടുപ്പ് വഴിയായിട്ടാണ് ഈ വിജയിനെ കണ്ടെത്തുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് ഭാഗ്യ നറുക്കെടുപ്പ്. ഒരു കൂപ്പൺ കിട്ടുകയും ആ കൂപ്പൺ പൂരിപ്പിച്ച് പെട്ടിക്കകത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിലെ ആ ദിവസത്തിൻ്റെ വൈകിട്ടോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷമോ നറുക്കെടുക്കുകയും സമ്മാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ഫുൾ ഫിനാൻസ് അറ്റ് 0%. 0% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലിശയില്ലാതെ കൊടുക്കുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. മാർക്കറ്റേഴ്സ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, ഓട്ടോമൊബൈൽ എറ്റ്സെട്ര ഓഫർ ഈസി ഫിനാൻസിങ് സ്കീം. അപ്പോൾ ഈ കൺസ്യൂമർ ഗുഡ്സ് വിൽക്കുന്നവർ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ വിൽക്കുന്നവരൊക്കെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ഫിനാൻസിങ് സ്കീം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. 24 ഈസി ഇൻസ്റ്റാൾമെൻറ്റ്. ഇപ്പോൾ 24 തവണകളായിട്ട് അടച്ചാൽ മതി. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, മൊത്തം പൈസയും കൊടുക്കണ്ട, 24 ഈസി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. സോ ഫുൾ എമൗണ്ട് നീഡ് നോട്ട് ബി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊത്തം എമൗണ്ടും കൊടുക്കണ്ട. വട്ട് ഇൻ എ ഈസി ഇൻസ്റ്റാൾമെൻറ്റ് വിത്തൗട്ട് ഇൻട്രസ്റ്റ്. അപ്പം നമുക്കറിയാം ഇൻട്രസ്റ്റ് വേണ്ട, പകരം എന്ത് ചെയ്താൽ മതി, ഒരു തവണകളായിട്ട് അടച്ചാൽ മതി. മൊബൈലുകളൊക്കെ നമുക്കറിയാം, ഒരു പാൻ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മൊത്തം പൈസയും കൊടുക്കാതെ നമുക്ക് മൊബൈൽ മേടിക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ തവണകളായിട്ട് അത് അടച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അതിന് ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ അതുപോലെ തന്നെ TV, ഫ്രിഡ്ജ്, ഇത്തരം സാധനങ്ങളെല്ലാം അങ്ങനെ കൊടുക്കുന്ന, വാഷിംഗ് മെഷീൻ, ഇത്തരം സാധനങ്ങളെല്ലാം കൊടുക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇതിനെല്ലാം എന്ത് ചെയ്താൽ മതി, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പൈസ അടച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പൈസ മൊത്തത്തോടെ എടുക്കാൻ പറ്റില്ല എന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, അപ്പോൾ ഓരോ മാസവും ഒരു ചെറിയ തുക അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പ്രോഡക്റ്റ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അടുത്താണ് സാമ്പിൾസ്. ഇറ്റ് റെഫേഴ്സ് ടു ഓഫർ എ ഫ്രീ സാമ്പിൾ ഓഫ് പ്രോഡക്റ്റ്. അപ്പം പ്രോഡക്റ്റിൻ്റെ ഫ്രീ സാമ്പിളുകൾ, ചെറിയ യൂണിറ്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് പരിശോധിക്കുന്ന കസ്റ്റമർ പരിശോധിച്ച് തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ യൂണിറ്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതെല്ലാം അറിയാവുന്നതാണ്. നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ മരുന്നുകളൊക്കെ ഇങ്ങനെ ഫ്രീ സാമ്പിളുകൾ കൊടുക്കുന്ന ഒത്തിരി നമുക്കറിയാവുന്നതാണ്. ഇനി ഏറ്റവും കുറഞ്ഞ അതിൻ്റെ ഏറ്റവും താഴ്ന്ന ലെവലിലോട്ട് വരുവാണ്, നമ്മൾ ഈ ബസ്സൊക്കെ കയറുന്ന സമയത്ത് ഓരോരുത്തർ ഈ സാധനങ്ങളുമായിട്ട് വന്നിട്ട് സാമ്പിൾ നമുക്ക് തരുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സേ ടൂത്ത് പേസ്റ്റ് ഓർ പെൻ ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അപ്പം ഏതെങ്കിലും ടൂത്ത് പേസ്റ്റിൻ്റെ അല്ലെങ്കിൽ പേനയുടെ ഒക്കെ ചെറിയൊരു സാമ്പിൾ ചെയ്യുന്നതിനായിട്ട് കൊടുക്കുക. വൈൽ ലോഞ്ചിങ് എ ന്യൂ പ്രോഡക്റ്റ്. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് വിപണിയിലോട്ട് ഇറങ്ങുമ്പോൾ, ആൾക്കാർക്ക് പരിചയമില്ലാത്തൊരു സാധനം വിപണിയിലോട്ട് ഇറക്കുമ്പം അതിൻ്റെ ഒരു സാമ്പിൾ കസ്റ്റമറിന് ഉപയോഗിക്കുന്നതിനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ സാമ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളൊക്കെ ഈ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ആൾക്കാർ ഫ്രീ സാമ്പിളുകളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അവർ ചെറുതായിട്ട് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം വില തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു വരുന്നതാണ്. അതാണ് ഈ സാമ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് കോണ്ടസ്റ്റ്, മത്സരങ്ങൾ. ഇനി അടുത്താണ് കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ മത്സരങ്ങൾ. സം ഫേം ഹോൾഡ് കോണ്ടസ്റ്റ് ഫോർ കൺസ്യൂമേഴ്സ്. ചില കമ്പനികൾ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മത്സരങ്ങൾ നടത്താറുണ്ട്. കൺസ്യൂമേഴ്സ് ഹൂ ബൈ ദ ഫേംസ് പ്രോഡക്റ്റ് ആർ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോണ്ടസ്റ്റ്. അപ്പം കൺസ്യൂമേഴ്സ് ഹൂ ബൈ ദ ഫേം പ്രോഡക്റ്റ്, കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഈ ആർ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോണ്ടസ്റ്റ്. അവർക്ക് ആ മത്സരങ്ങളിനകത്ത് പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് കമ്പനി കൊടുക്കുന്നത്. കോണ്ടസ്റ്റ് ഫോർ കൺസ്യൂമേഴ്സ് മേ ടേക്ക് ദ ഫോം ഓഫ് റൈറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അത് ചില സമയങ്ങളിൽ അത് എഴുതാനായിട്ടാണ് അവരോട് പറയുന്നത്. ഒരു ഫോം അവർക്ക് കൊടുക്കുകയും എബൌട്ട് ദ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ടാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് എഴുതുന്നവർക്ക് വിന്നേഴ്സ് ആർ ഗിവൺ അട്രാക്റ്റീവ് പ്രൈസസ്. വിന്നറാവുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് നൽകുന്നത്. അപ്പം ചില കമ്പനികൾ പലതരത്തിലുള്ള മത്സരങ്ങൾ നടത്താറുണ്ട്. ആ മത്സരങ്ങളിനകത്ത് വിജയിക്കുന്നവർക്ക് കമ്പനി പ്രൈസും കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്കറിയാം, സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് ചില കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു ഫോം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോം കൊടുക്കുന്ന സമയത്ത് അവരോട് പറയും, നിങ്ങൾ വാങ്ങിയ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എഴുതുന്ന ആൾക്കാർക്ക് കമ്പനി ഒരു സമ്മാനം നൽകുകയാണ് ചെയ്യുന്നത്.
പലതരത്തിലുള്ള മത്സരങ്ങൾ നമുക്കറിയാം. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള മത്സരങ്ങൾ, ഇവൻറ്റുകൾ. ഇപ്പോൾ ഒരു കടയുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് തരത്തിലുള്ള മത്സരങ്ങളും കാര്യങ്ങളും അതിനുശേഷം പ്രൈസ് കൊടുക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്.